എന്നാലും ഒരു കളി നടക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിനെ ശരിയായിട്ടൊന്ന് അപഗ്രഥനം ചെയ്താൽ എന്താണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി പറഞ്ഞത്? ഇവിടെ പ്രതികളായിട്ടുള്ളവർക്കെതിരെ തെളിവുണ്ട്, അവരെ ശിക്ഷിച്ചു. പ്രതികളെല്ലാം ശിക്ഷിച്ച് ഇത് തന്നെ അതിജീവിതയും പറഞ്ഞു, ഇത് തന്നെ മഞ്ജു വാര്യരും പറഞ്ഞ് സമ്മതിച്ച് പ്രതികളല്ലാത്തവരെ ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ? ഒരു വകുപ്പുമില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു വകുപ്പുമില്ല പ്രതികളല്ലാത്തവരെ ശിക്ഷിക്കാൻ. പ്രതികളെ മാത്രമേ ശിക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് തീർന്നു കേസാണ്. ഒന്ന്, പിന്നെ കോടതി പറഞ്ഞ ഒരു കാര്യം, ഗൂഢാലോചന ഉണ്ടായിരിക്കാം, പക്ഷേ ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് തെളിവില്ല. ഈ തെളിവുകൾ എങ്ങനെ കിട്ടേണ്ടതാണ്? രണ്ട് വിധത്തിലാണ്. ഒന്ന്, പ്രോസിക്യൂഷൻ നിശ്ചയിക്കുന്ന ഈ വിറ്റ്നസ്സുകൾ വഴി, അത് പോലീസ് പ്രോസിക്യൂഷൻ തീരുമാനം. അതുകൂടാതെ മറ്റ് ഇതിനെ കൊറാബറേറ്റ് ചെയ്യുന്ന എവിഡൻസുകൾ, അത് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? ഈ അറസ്റ്റ് ചെയ്ത ആളാണ്. ആ തെളിവുകൾ ഉണ്ടെങ്കിലേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നിയമം. തെളിവില്ലാതെ ഒരാളിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒരു ക്രൈമാണ്. തെളിവില്ലാതെ, ഒരു തെളിവും ഇല്ലാതെ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ വിരുദ്ധമാണ്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വൈകുന്നേരം ആണെന്ന് തോന്നുന്നു, ഒരു സന്ധ്യാനേരത്ത് തന്നെയാണ്. സന്ധ്യ പോയിട്ട് വളരെ ധൈര്യമായിട്ട് യൂണിഫോമിൽ പോയിട്ടാണ് ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെന്തൊരു തൻ്റെടമുള്ള ഒരു സ്ത്രീയാണെന്ന് ഞാൻ സംശയിച്ചു പോയി.